ഏറ്റവും സ്നേഹമുള്ളവരെ, തോമാസ് ശ്ലീഹ ഇന്ത്യയിൽ വന്നത് AD 52 നമുക്കറിയാം. ഇവിടെ ആസാമിലെ സെന്റ് തോമസ് ദേവാലയത്തിലേക്ക് വന്നു. ഈ ദേവാലയത്തിൽ 1400 കത്തോലിക്ക കുടുംബങ്ങളുണ്ട്. തോമാസ് ശ്ലീഹ കൊളുത്തിയ ആ ദീപം അണയാതെ ലോകം മുഴുവനും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ യാത്ര മധ്യേ പതഞ്ഞൊഴുകിക്കിടക്കുന്ന തിരമാലകൾ പോലെയും ഓളം തല്ലി വരുന്ന തിരമാലകളെ പോലെയും മനോഹരമായിട്ട് തേയിലക്കാടിന്റെ നടുവിലൂടെ കടന്നു വന്ന് ഈ ദേവാലയത്തിലേക്ക് വന്ന അവസരത്തിൽ മനോഹരമായ ഒരു ചെറിയ പള്ളിയാണ്. പക്ഷേ 1400 കുടുംബങ്ങൾ. തോമസ് ശ്ലീഹ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. ആ വചനം അക്ഷരാർത്ഥത്തില് ഈ ദേവാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1000 ക്രിസ്ത്യാനികൾ ഉണ്ടാകുവാനായിട്ട്, യേശുവിനെ അറിയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ദേവാലയത്തിൽ നിന്ന് ഈ വചനം പറയുമ്പോൾ മിഷണറിമാരെ പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുകയാണ്. നമുക്കും അവനോടുകൂടെ പോയി മരിക്കാമെന്ന് ശിഷ്യന്മാരുടെ മധ്യേ തോമാസ് ശ്ലീഹ പറഞ്ഞു. അവനോടുകൂടെ പോയി മരിക്കുവാനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നും ധാരാളമായ ക്രിസ്ത്യാനികൾ, ധാരാളമായ പുരോഹിതരും സന്യാസിനികളും സിസ്റ്റേഴ്സും എല്ലാം ഇവിടെ വന്ന് യേശുവിനെ കൊടുത്തു. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിന്നെ മാമോദീസ മുക്കുന്നു എന്ന് പറഞ്ഞ് ആ മാമോദീസ സ്വീകരിച്ച ആ മക്കളാണ് ഇവിടെ 1400 കുടുംബങ്ങളായിട്ട് കഴിയുന്നത്. ഈ ജനത്തിന്റെ ഇടയിലേക്ക് വചനം പങ്കുവയ്ക്കുവാൻ കടന്നു വന്ന ഓരോ മിഷണറിമാരെയും ഇപ്പോഴുള്ള ഈ നാട്ടിലെ വൈദികരെയും പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഇവർ നിറയട്ടെ. പുനരുദ്ധാനവും ജീവനും ഞാനാണെന്ന് യേശു അരുളി ചെയ്തില്ലേ? ആ പുനരുദ്ധാനം നമ്മുടെ ക്രൈസ്തവ സമൂഹങ്ങളിൽ ഉണ്ടാകട്ടെ. ജീവിക്കുന്ന ക്രിസ്ത്യാനികൾ ഇന്നുമുണ്ട്. തോമാസ് ശ്ലീഹ വന്ന നാട്ടിലെ കുരിശ് പിഴുതുകളയുന്ന ഒരു നാട്ടില് ഇവിടെ കുരിശ് സ്ഥാപിക്കുന്ന സ്ഥലമായി മാറി. യേശുവിനെ അറിയുന്ന സ്ഥാപനങ്ങളായി മാറി. വിദ്യാഭ്യാസം ലഭിക്കാത്തവർക്ക് പള്ളിയോടും സ്കൂളുകളും പള്ളിയോടനുബന്ധിച്ച് സ്കൂളുകൾ തുടങ്ങണമെന്ന ചാവറിയച്ചന്റെ ആ തീവ്രത പ്രശ്നം ഇവിടെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, ഞാൻ ഭൂമിയുടെ ഉപ്പാണ്. പ്രകാശം എല്ലാവർക്കും പ്രകാശം നൽകുക. ആ പ്രകാശം സ്വീകരിച്ച് എണ്ണ പകർന്ന് ആ മിഷണറിമാരെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. ഇവിടെ ഈ ദേവാലയത്തില് യേശുവിന്റെ ഉത്ഥാനത്തിന്റെ വലിയൊരു നല്ല രൂപമിരിപ്പുണ്ട്. ഈശോയുടെ കുരിശ് രൂപമുണ്ട്. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സക്രാരിയുണ്ട്. അതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഈ വചനം കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും നോർത്ത് ഈസ്റ്റ് സൈഡിൽ വന്ന് വചനം പങ്കുവയ്ക്കുന്ന നമ്മുടെ അച്ഛന്മാരെയും നമ്മുടെ സിസ്റ്റേഴ്സിനെയും നമ്മുടെ മെത്രാന്മാരെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണം. ജനഹൃദയങ്ങളിൽ തോമാസ് ശ്ലീഹ നാട്ടിയ ആ കുരിശ്, പാലയൂർ നാട്ടിയ ആ കുരിശ് ഒരിക്കലും മാറ്റുവാൻ കഴിയുകയില്ല. ഒരു പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ആ കുരിശ് JCB കൊണ്ട് പിഴുതെടുക്കാൻ കഴിയും. പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ കുരിശ് പിഴുതു കളയുന്നവരെ നിങ്ങൾ ഓർക്കുക, ഞങ്ങളുടെ ഹൃദയത്തിൽ ആ കുരിശ്. നിങ്ങൾക്ക് ഞങ്ങളെ കൊന്നാല്, റാണിമരിയെ കൊന്നതുപോലെ കൊന്നാല് അവര് വിശുദ്ധരുടെ ഗണത്തിലേക്ക് ചേരും. അവരിലൂടെ വീണ്ടും വീണ്ടും ക്രിസ്തുവിനെ അറിയുന്നവരായി തീരും. ഈ വചനം കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും തോമാസ് ശ്ലീഹയുടെ വചനത്തിലേക്ക് സമർപ്പിക്കുകയാണ്. മൈ ലോർഡ്, മൈ ഗോഡ്. എന്റെ യാത്രകളിലും നമ്മുടെ ഓരോരുത്തരുടെ യാത്രകളിലും ആ വചനം ജ്വലിക്കട്ടെ. തോമാസ് ശ്ലീഹയുടെ മാധ്യസ്ഥം ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പില്. നിങ്ങൾ എല്ലാവരും കാണുന്നവരെ ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവമേ നന്ദി.